നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്നത് ചില സോഷ്യൽ മീഡിയ കുറിപ്പുകളാണ്. ഈ സോഷ്യൽ മീഡിയ കുറിപ്പുകളൊക്കെ വന്നിരിക്കുന്നത് അന്തംഗമ്മി സൈബർ ക്രിമികീടങ്ങളുടെ പ്രൊഫൈലുകളിൽ നിന്നാണ്. എന്താണ് സോഷ്യൽ മീഡിയ കുറിപ്പിന് ആധാരം? അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഒരു യുവതി മരണപ്പെട്ടിരുന്നു. ആ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർ കാസർഗോഡ് കലക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന UDF ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന സ്ഥലം മാറ്റം, ട്രാൻസ്ഫറാണ് അവരുടെ മരണത്തിന് കാരണം എന്നുള്ളതാണ് ഈ പറയുന്ന സൈബർ ക്രിമികീടങ്ങളുടെ ആരോപണമെന്ന് പറയുന്നത്. അതിൽ ബിനീഷ് കോടിയേരിയുണ്ട്, ബിനീഷ് കോടിയേരിയുടെ താഴെ നിൽക്കുന്ന ക്രിമികീടങ്ങളുമുണ്ട്. ബിനീഷ് കോടിയേരിയുടെ കുറിപ്പെന്ന് പറയുന്നത് ഒരു ജീവന് കൂടി ഈ സർക്കാർ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് ബിനീഷ് കോടിയേരിയുടെ കുറിപ്പ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് കേരള സർക്കാരിൻ്റെ കിരാതമായ സ്ഥലം മാറ്റ നടപടികൾക്ക് ക്രൂരമായി ഇരയായ ഒരു രക്തസാക്ഷി എന്ന് മറ്റു ഒരാൾ. നിങ്ങൾ ചുട്ടുതിന്നുന്ന മനുഷ്യരിൽ ഞങ്ങളുടെ ചോരയുണ്ട്. കേരളത്തിലെ സിവിൽ സർവീസ് ചരിത്രം കാണാത്ത സ്ഥലം മാറ്റ പ്രതികാരമാണ് നടക്കുന്നത്. അതിന് ഇന്നൊരു രക്തസാക്ഷി കൂടി, അധികാര അഹന്തയ്ക്ക് മുന്നിൽ ഒരു രക്തസാക്ഷി കൂടി. കാസർഗോഡ് ജില്ലാ സീനിയർ ക്ലർക്ക് ആശാലത എന്നാണ് മറ്റൊരാൾ പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ക്രിമികീടങ്ങൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ UDF സർക്കാർ അധികാരത്തിൽ വന്ന് നടത്തിയ സ്ഥലം മാറ്റമാണ് ഇതിനൊക്കെ കാരണമെന്നാണ് സൈബർ ക്രിമികീടങ്ങളുടെയും സൈബർ ആചാര്യന്മാരുടെയും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ അടക്കം വാദം. അതാണ് UDF സർക്കാർ അധികാരത്തിൽ വന്ന് നടത്തിയ സ്ഥലം മാറ്റമാണ് കാരണമെന്ന്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന ഒരു ഉത്തരവുണ്ടാകും. ആ ഉത്തരവ് കാസർഗോഡ് ജില്ലാ കളക്ടറുടെ നടപടിക്രമം എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം ജീവനക്കാര്യം കാസർഗോഡ് ജില്ലാ റവന്യൂ വിഭാഗം സീനിയർ ക്ലർക്ക് സീറ്റ് മാറ്റം സ്ഥലം മാറ്റം അനുവദിച്ച് ജോലി ക്രമീകരണം വ്യവസ്ഥയിൽ നിയമിച്ചും ഉത്തരവാകുന്നു. ഉത്തരവ് നമ്പർ എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവ് നമ്പറിന് ശേഷം ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ഡേറ്റ് എന്ന് പറയുന്നത് 12/5/2026, അതായത് 2026 മെയ് 12 ഇറങ്ങിയ ഈ പറയുന്ന ട്രാൻസ്ഫർ സ്ഥലം മാറ്റ ഉത്തരവാണ്. ഈ ഉത്തരവിൽ കാസർഗോഡ് ജില്ലാ റവന്യൂ വിഭാഗത്തിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്കും ഭരണപരമായ സൗകര്യത്തിനുമായി താഴെ പേര് ചേർത്തുള്ള സീനിയർ ക്ലർക്കുമാരെ താഴെ പറയും പ്രകാരം ഓഫീസ് മാറ്റം സീറ്റ് മാറ്റം അനുവദിച്ച് ഉത്തരവാകുന്നു. അതിൽ ക്രമനമ്പർ, പേര്, തസ്തിക, നിലവിൽ ജോലി ചെയ്യുന്ന തസ്തിക, സ്ഥലം മാറ്റി പുതുതായി നൽകിയ തസ്തിക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതിൽ ഒന്ന് ശാലിനി S ആണ്, സീനിയർ ക്ലർക്കാണ്. കളക്ട്രേറ്റ് കാസർഗോഡ് കളക്ട്രേറ്റിലെ സീനിയർ ക്ലർക്കാണ്. അവർ നിലവിൽ അവിടെ നിന്ന് അവരെ മാറ്റിയത് റവന്യൂ ഡിവിഷണൽ ഓഫീസ് കാസർഗോട്ടേക്ക് മാറ്റി. മറ്റൊന്ന് സുരേഷ് C ആണ്, സീനിയർ ക്ലർക്ക്, റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ സീനിയർ ക്ലർക്കായിരുന്നു. അവരെ കളക്ട്രേറ്റ് കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് അവരെ മാറ്റി. ഇനി മൂന്നാമത്തെ വ്യക്തിയാണ് ഈ ആശാലത. അവർ സീനിയർ ക്ലർക്കാണ്, കളക്ട്രേറ്റ് കാസർഗോഡ് കളക്ട്രേറ്റിലെ സീനിയർ ക്ലർക്കാണ്. അവരെ സ്ഥലം മാറ്റിയിരിക്കുന്നത് കാസർഗോഡ് കളക്ട്രേറ്റിലെ തന്നെ എൻഡോസൾഫാൻ സെല്ലിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ആശാലതയുടെ സ്ഥലം മാറ്റം എന്ന് പറയുന്നത് അതൊരു സ്ഥലം മാറ്റമല്ല, ആശാലതയെ റൂം മാറ്റി ഇരുത്തി എന്നുള്ളതാണ്. ഏത് അവരുടെ ജോലി കാസർഗോഡ് കളക്ട്രേറ്റിൽ തന്നെയാണ്. അവർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന അവരെ സീനിയർ കളക്ടർക്കായിരുന്ന അവരെ എൻഡോസൾഫാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവരെ മാറ്റി. ഇത് കാസർഗോഡ് കളക്ട്രേറ്റിലെ തന്നെ 2 മുറികളാണ്. ആ 2 മുറിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ചു ഈ ആശാലത എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം മരണപ്പെട്ട യുവതിയെ. അപ്പോൾ ഈ യുവതിയെ നിങ്ങൾ ആ ഉത്തരവിൽ കാണുന്നുണ്ടാകും 12/5/2026 എന്ന് പറഞ്ഞാൽ UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അല്ലേ? UDF സർക്കാർ എപ്പോഴാണ് അധികാരത്തിൽ വരുന്നത്? UDF സർക്കാർ അധികാരത്തിൽ വരുന്നത് 2026 മെയ് 18. മെയ് 18 UDF സർക്കാർ അധികാരത്തിൽ വരുന്നു.
UDF സർക്കാർ അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ പോലും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. മെയ് 12 മുഖ്യമന്ത്രിയെ പോലും തീരുമാനിച്ചിട്ടില്ല. ആ മെയ് 12 നടന്ന ഒരു സ്ഥലം മാറ്റ ഉത്തരവിൻ പ്രകാരമാണ്, അതിലുണ്ടായ മനോവിഷമം കാരണമാണ് ഈ പറയുന്ന ആശ എന്ന് പറയുന്ന യുവതി മരണപ്പെട്ടത് എന്നുള്ളതാണ് ഇവരുടെ വാദം, ഈ സൈബർ കമ്മികളുടെ. അപ്പോൾ സൈബർ കമ്മികളിൽ ആരൊക്കെയുണ്ട്? കോടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ മകൻ ബിനീഷ് കോടിയേരി അടക്കമുണ്ട് എന്നുള്ളത് വലിയ പുച്ഛം തോന്നുകയാണ് ഇവറ്റകളോട്. ഇനി ഇവർ ആരും കാണാത്ത അല്ലെങ്കിൽ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ എന്നും മനസ്സിലാകേണ്ടതുണ്ടല്ലോ. ഇപ്പം ബിനീഷ് കോടിയേരി ഒരു വലിയ സൈബർ ആചാര്യനാണല്ലോ. സംസ്ഥാനത്തെ CPMന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണല്ലോ ബിനീഷ് കോടിയേരി. ഈ ബിനീഷ് കോടിയേരി സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിലും പ്രതികരിക്കുന്ന പ്രതികരണങ്ങളിൽ അല്പമെങ്കിലും ഒരു വസ്തുത ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ബിനീഷ് കോടിയേരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം. ഇപ്പോൾ സ്ഥലം മാറ്റം നടന്നിരിക്കുന്നത് 2026 മെയ് 12 അന്ന് UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇവർ മെയ് 12 ഇവരെ സ്ഥലം മാറ്റി. അത് രണ്ടാമത്തെ കാര്യമുണ്ട്. ഇവരെ സ്ഥലം മാറ്റുന്നത് ആ കലക്ട്രേറ്റിൽ നിന്ന് അവർ എങ്ങോട്ടും മാറിയിട്ടില്ല. അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വരേണ്ട അതേ സ്ഥിരം റൂട്ടിൽ അവർ ഇത്രയും ദിവസം വന്നുകൊണ്ടിരുന്നത് ഏത് വഴിയിലാണോ, ഏത് വാഹനത്തിലാണോ, എങ്ങനെയാണോ വന്നത്, ഏത് സമയത്താണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അതേ സമയത്ത് ഇറങ്ങിയാൽ മതി, അതേ വാഹനത്തിൽ വന്നാൽ മതി, അതേ ദൂരം സഞ്ചരിച്ചാൽ മതി, ഒന്നിനും ഒരു മാറ്റമില്ല. പക്ഷേ കളക്ട്രേറ്റിനുള്ളിൽ എത്തിയാൽ ഇരിക്കുന്ന റൂം മാത്രമാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ. ഇനി മൂന്നാമതായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ബിനീഷ് കോടിയേരിയോടും ക്രിമികീടങ്ങളോടും. 2026 മെയ് 12 സ്ഥലം മാറ്റിയ ആശ മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റായി എന്ന് പറഞ്ഞാൽ 3 മാസമായി. ഈ 3 മാസത്തിന് ശേഷം എന്തിനാണ് അവർ കടുങ്കൈ ചെയ്തത്? ഇത്രയും ദിവസം കഴിഞ്ഞപ്പോഴാണോ അവർക്ക് ഈ സ്ഥലം മാറ്റത്തിലുള്ള വിഷമമുണ്ടായത്? ഒന്നാമത്തത്. ഇനി അടുത്ത കാര്യം, മനുഷ്യനാണല്ലോ, മനുഷ്യന്മാർ ഈ കാലം പോകുന്തോറും അവനെ മറവി ബാധിക്കുമെന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടാണോ അന്ന് സ്ഥലം മാറ്റിയതിൻ്റെ അതൊരു സ്ഥലം മാറ്റമായി കണക്ക് കൂട്ടാൻ പോലും പറ്റുമോ എന്നുള്ളത് എനിക്കറിയുന്നില്ല. കാരണം ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറ്റിയിരുത്തിയതിന് അല്ലേ, ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറ്റിയിരുത്തി. സെയിം ബിൽഡിംഗ്, സെയിം ഡെസ്റ്റിനേഷൻ, സെയിം പ്ലേസ്, കാസർഗോഡ് കലക്ട്രേറ്റ്. അപ്പോൾ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറ്റി. മേ ബി ചിലപ്പോൾ ഫ്ലോറുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. 2ാം നിലയിൽ നിന്ന് 3ാം നിലയിലേക്കോ, 3ാം നിലയിൽ നിന്ന് 2ാം നിലയിലേക്കോ ഒക്കെ മാറിയിട്ടുണ്ടാവാം. എന്താണെങ്കിലും ബിൽഡിംഗ് അത് തന്നെയാണ് അല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മാറ്റത്തിൻ്റെ പേരിൽ അവർക്ക് ഏത് തരത്തിലുള്ള മാനസിക സംഘർഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ ക്രിമികീടങ്ങൾ കൂടി പറയണം. പിന്നെ ഈ മാനസിക സംഘർഷത്തിൻ്റെ ഉത്തരവാദി മെയ് 18 അധികാരമേറ്റ UDF സർക്കാർ എങ്ങനെയാകുന്നത്? എന്തായാലും മെയ് 18 അധികാരമേറ്റ UDF സർക്കാരിന് മെയ് 12 ഉത്തരവിറക്കാനുള്ള ഒരു രീതിയിലുമുള്ള അധികാരമില്ലല്ലോ, ഒന്നാമത്തെ കാര്യം. അപ്പോൾ വേറെ അടുത്തൊരു കാര്യമുണ്ട്. സഖാക്കള് ഈ തുള്ളിച്ചാടുന്നത് വെറുതെയല്ല. കാരണം സഖാക്കൾ ആരെയൊക്കെയോ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ്. ആശയുടെ മരണത്തിന് കാരണക്കാരായ, ഞാൻ പറയുന്നു, സഖാവിനെ രക്ഷിക്കാനുള്ള പണിയിലാണ് ഈ ക്രിമികീടം സഖാക്കൾ. കാരണം മരിക്കുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ആശ വാട്സപ്പിൽ സ്റ്റോറി ഇട്ട ഒരു സെൻറ്റൻസ് ഉണ്ട്. ആ സെൻറ്റൻസ് ആണ് വലിയ ചർച്ചയാവേണ്ടത് അല്ലേ. ആശയുടെ ആ സ്റ്റോറി, വാട്സപ്പ് സ്റ്റോറി എങ്ങനെ ഈ പറയുന്ന ചർച്ചയാവാതിരിക്കും? കാരണം ആ സ്റ്റോറി കണ്ടവരാണ് ഇത് UDF സർക്കാരിൻ്റെ സ്ഥലം മാറ്റത്തിൽ, ട്രാൻസ്ഫറിൽ മനംനൊന്ത് ആശ ചെയ്തതാണ് എന്ന് പറയുന്നത്. കാരണം ആരെയൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള ഒരു തത്രപ്പാടാണ്. എന്താണ് ആശയുടെ സ്റ്റോറി? ആശയുടെ വാട്സപ്പ് സ്റ്റോറി എന്ന് പറയുന്നത്, നിനക്ക് ഞാൻ നൽകിയ പരിഗണന, നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എൻ്റെ നിശബ്ദത എന്ന് പറഞ്ഞാൽ ആശ
ഈ പറയുന്ന മരിക്കുന്നതിൻ്റെ തലേ ദിവസം വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് കുറിക്കുന്നു, നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എൻ്റെ നിശബ്ദത. ആർക്ക് നൽകിയ പരിഗണന? ആരാണ് ആ വ്യക്തി? ബിനീഷ് കോടിയേരിക്കറിയാം, സഖാക്കൾക്കറിയാം. അതുകൊണ്ടാണ് ആ വ്യക്തിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വ്യക്തി CPM-ൻ്റെ ഉന്നതനാണ്, ആ ഉന്നതനിലേക്ക് ഇത് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി ഈ മരണകാരണത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു വിടുകയാണ് സഖാക്കളും ബിനീഷ് കോടിയേരിയും നടത്തുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന തലേ ദിവസം ഇട്ട സ്റ്റാറ്റസിൽ നിനക്ക് ഞാൻ നൽകിയ പരിഗണന എന്നുള്ളതാണ്. അപ്പം ഈ പരിഗണന എന്തായാലും ഗവൺമെൻറ്റിനെ പരിഗണിക്കേണ്ട കാര്യമില്ലല്ലോ, മുഖ്യമന്ത്രിയെ പരിഗണിക്കേണ്ട കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രി ഏത് മുഖ്യമന്ത്രി? അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്ലേ? അന്നത്തെ ഗവൺമെൻറ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരെ എന്നല്ലോ, ഇതൊരു വ്യക്തിയോടാണ് നിനക്ക് ഞാൻ നൽകിയ പരിഗണന. എന്തിൻ്റെ പേരിലുള്ള പരിഗണന? ആരാണ് ആ വ്യക്തി? ആർക്കാണ് ഈ പരിഗണന നൽകിയത്? നിനക്ക് ഞാൻ നൽകിയ പരിഗണന എൻ്റെ നിശബ്ദതയാണ് എന്നവർ കുറിക്കുമ്പോൾ ആ പരിഗണന ആർക്കാണ്? കൃത്യമായിട്ട് ബിനീഷ് കോടിയേരിക്കറിയാം. ഈ വിഷയത്തിൽ ബിനീഷ് കോടിയേരിയെ എന്ന് എടുത്തു കുടഞ്ഞു കഴിഞ്ഞാൽ തത്ത പറയും പോലെ കോടിയേരിയുടെ മകൻ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നു അവരുടെ ആ വേദന? അവരെ ഇങ്ങനെ ഒരു കടുകൈ ചെയ്യാൻ പ്രേരിപ്പിച്ച ആ ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നീറിപ്പൊകഞ്ഞ ആ വിഷയം എന്താണ്? എന്തിനു വേണ്ടിയാണ് അവരങ്ങനെ ഒരു തീരുമാനമെടുത്തത്? കാരണം ഒരു വേദന അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോഴും അവരെ വേദനിക്കുമ്പോഴും അവർ ആരെയോ വളരെ വലിയ രീതിയിൽ പരിഗണിച്ചിരുന്നു, കൺസിഡർ ചെയ്തിരുന്നു. ആ കൺസിഡറേഷൻ്റെ പുറത്ത് താൻ അനുഭവിക്കുന്ന വേദന മറ്റേ ആളെ അനുഭവിപ്പിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. തൻ്റെ വേദന തൻ്റേത് മാത്രമായി ഒടുങ്ങട്ടെ, തൻ്റെ നിശബ്ദത നിനക്കുള്ള പരിഗണനയാണ് എന്ന് ആ വ്യക്തിയോട് പറയുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമാണ്, ആശയുടെ ഉള്ളിൽ നീറിപ്പുകഞ്ഞ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. വളരെ കൃത്യമാണ്. ഈ സഖാക്കൾ അന്തം കമ്മി കൃമികീടങ്ങൾ ഉറഞ്ഞു തുള്ളുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഈ പറയുന്ന സഖാവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുകയാണ് സഖാക്കൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൃത്യമായ അന്വേഷണങ്ങൾ ഉണ്ടാവണം. ആശയുടെ മരണത്തിന് കാരണം ഏത് സഖാവാണ് എന്നുള്ളത് കണ്ടെത്തുകയും വേണമെന്നുള്ളതാണ്.